ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് അർത്തങ്കപ്പള്ളിയുടെ മുറ്റത്താണ്. ജനുവരി 20 എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞങ്ങളിവിടെ വരാറുണ്ട്. ഇപ്പോൾ 14 വർഷമായി തുടർച്ചയായിട്ട് ഞങ്ങളിവിടെ വരുന്നു. അപ്പോൾ ഇവിടെ ഈ മകരം തിരുനാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. നാനാജാതി മതസ്ഥരും ഇവിടെ ഒരു വ്യത്യാസവും ഇല്ലാതെ വന്ന് പുണ്യാളൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം ഞങ്ങളിന്ന് വീട്ടിൽ നിന്ന് ഇച്ചിരി ഇറങ്ങാൻ ലേറ്റായി പോയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 1 മണിയൊക്കെ ആയി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ. പിന്നെ നമുക്ക് നേർച്ചയുണ്ടായിരുന്നു, അമ്പ് നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതെടുത്ത് അകത്ത് പള്ളിയുടെ അകത്ത് പുണ്യാളൻ്റെ അടുത്ത് കൊണ്ടുപോയി വെക്കണം. അപ്പം തിരക്ക് കാരണം അങ്ങോട്ടേക്ക് ചെന്ന് പെടാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ നമ്മൾ മാത്രം ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ല, മക്കളും കൂടെ ഉള്ളതുകൊണ്ടേ അവരെയും കൂടി ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ അതിനകത്ത് കയറി പുണ്യാളൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ 5 മണി സമയമാകാറായിട്ടുണ്ട്. 5 മണിയാകുമ്പോൾ രൂപം ഇറങ്ങുവേ. അതിനു മുമ്പേ ഇവിടെ പള്ളിയുടെ മുകളിൽ കൂടെ പരുന്ത് വന്ന് പറന്ന് കടൽ തീരത്തോട്ട് പോകും. ആ സമയത്തിന് രൂപം പള്ളിയിൽ നിന്ന് ഇറങ്ങുവേ. അപ്പോഴാണ് നമ്മൾ വെറ്റിലയേറ് നേർച്ച നടത്തുന്നത്. അപ്പം ഒരുപാട് പേര് ഇവിടെ വെറ്റിലയൊക്കെ കൈ പിടിച്ചിട്ട് നിൽപ്പുണ്ട്. അപ്പം അമ്മയ്ക്ക് ഇവിടെ നേർച്ച ഉണ്ടായിരുന്നു വെറ്റിലയേറെ. അപ്പം അമ്മ ഇത്രയും ജനങ്ങളുടെ ഇടയ്ക്ക് കയറി നിൽക്കുവാണേ. അപ്പോൾ ഒത്തിരി തിക്കും തിരക്കൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ മക്കളെയും കൂട്ടിക്കൊണ്ട് കുറച്ചിങ്ങ് മാറി നിന്ന്. അപ്പം ഈ രൂപം എടുത്തുകൊണ്ട് പോകുന്നവർക്കാണെങ്കിൽ ഒത്തിരി പ്രയാസമാണ് കേട്ടോ. കാരണം ഈ ആളുകളുടെ തിരക്ക് കാരണം അതിനകത്തുകൂടി വേണമല്ലോ പോകാൻ. അങ്ങനെ ഒരുപാട് പേരിങ്ങനെ അവരെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്താണ് പോകുന്നത്. ഇനി ഇത് നേരെ ഈ കടൽ തീരത്തിൻ്റെ ഒക്കെ അവിടെ ഒരു ചെറിയൊരു കുരിശുണ്ട്, അവിടം വരെ ചെന്നിട്ട് തിരിച്ച് വരിക ചെയ്യുന്നത്. അപ്പം ഞങ്ങളും ആ കൂടത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇവരുടെ ഇടയ്ക്ക് പെട്ട് ഞാനും മക്കളും ചേട്ടനും ഒക്കെ വേർപെട്ട് പോയായിരുന്നേ. അപ്പം 2 പേരും ചേട്ടായിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനാണ് ഇവർ നോക്കിയിട്ട് കാണുന്നുമില്ല, ഭയങ്കര തിരക്ക്. അപ്പോൾ ചേട്ടായി കൊച്ചിനെ ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവരുടെ അടുത്തോട്ട് വേഗത്തിൽ ചെന്ന്. അപ്പോൾ അങ്ങ് പോന്നു കഴിഞ്ഞപ്പം ഇവിടെ നല്ല പാട്ടും ഡാൻസും ഒക്കെ, എന്തോ കുലുക്കി സർവത്തിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മോന് ഇവിടുന്ന് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ കയറി വെള്ളമൊക്കെ കുടിച്ച്. എന്തോ മുന്തിരി സോഡ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കുടിക്കുക കേട്ടോ. ഇത് ഇവിടുത്തെ ഗ്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കലത്തിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 സോഡ വാങ്ങിച്ച് ഞങ്ങൾ 4 പേരും കൂടി കുടിച്ചു. നല്ല ഇതായിരുന്നു. 50 രൂപ എങ്ങാണ്ടായിരുന്നു റേറ്റ് പറഞ്ഞത്. അപ്പോൾ കുറേ നേരം ഇവർ ഡാൻസും പരിപാടിയൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ നിന്ന് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ ഇവർ കായംകുളംകാരാന്ന് പറഞ്ഞു. കായംകുളത്തുനിന്ന് വന്നിരിക്കുന്നതാണ്, ഈക്കാട് പേര് നജീബ് എന്നാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ വെച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ കുറേ നേരം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് തന്നപ്പോഴത്തേക്കും അവിടെ വന്നവരൊക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങി കേട്ടോ. അതുവരെ ആളും അനക്കമൊന്നും ഇല്ലായിരുന്നു. കുറേ നേരം ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഒത്തിരി പേര് കയറി വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരോട് കുറച്ച് നേരം വർത്താനം എല്ലാം പറഞ്ഞു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ കടൽ തീരത്തോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇരുട്ടാകാറുമായിരുന്നു. അപ്പം നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിൽ വരണമല്ലോ. അപ്പം മക്കൾ ഇവിടെ ജനുവരി 20 ഇവിടെ പള്ളിയിൽ വന്നിട്ട് തിരിച്ച് പോകുമ്പം തന്നെ ചോദിക്കും, ഇനി നമുക്ക് വരാൻ ഇനി എത്ര മാസം കൂടെ ഉണ്ടെന്ന് അവർ ചോദിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോകുന്നത്. കാരണം അവർക്ക് ഇവിടെ വരുന്നതും ഇവിടെ ഈ കടൽ തീരത്ത് പോകുന്നതും ഒക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവർ കടൽ തീരത്തോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പം ഈ തിരക്കിനിടയ്ക്ക് കൂടി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവരെയും കൊണ്ട് അങ്ങോട്ട് പോകാം, കുറച്ച് നേരം അവർക്ക് ഈ മണ്ണിലൊക്കെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നത് കണ്ട്. അപ്പോൾ പിള്ളേർ കൂട്ടത്തിൽ അവിടെ കയറി കളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് 50 രൂപയാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ നേരം അവർ കയറി നിന്നുകൊണ്ട് കളിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കടൽ തീരത്തോട്ട് പോകാൻ വേണ്ടി വിളിച്ചിട്ട് എന്ത് ചെയ്താൽ വരത്തുമില്ല. അങ്ങനെ പിള്ളേരുടെ കൂട്ടത്തിൽ കളിച്ചൊക്കെ നിന്ന് സമയം പോയി തറിഞ്ഞില്ലേ. പിന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോരണമായിരുന്നു, സന്ധ്യയാകാറായിരുന്നു. അതിന് മുമ്പേ പോയി ഒന്ന് കടൽ തീരത്തൊക്കെ ഒന്ന് പോയി ഇച്ചിരി അവരെയും കൊണ്ടൊന്ന് കളിപ്പിച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അധികം വെള്ളത്തിലോട്ടൊന്നും ഇറക്കുന്നൊന്നും ഇല്ലായിരുന്നു. ഇപ്പം കടലേ ഉൾവലിഞ്ഞ് നിൽക്കുവാന്നാണ് പറഞ്ഞത്. ഇതുകൊണ്ട് 2 വള്ളമൊക്കെ കിടക്കുന്നത്. അപ്പം എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ഇത് കണക്ക് ഈ വള്ളമൊക്കെ അവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നത്. അപ്പം എന്നാലും കുറച്ച് നേരമൊക്കെ നമ്മൾ കരയ്ക്കൊക്കെ നിന്ന് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ തിരക്കകത്ത്, എനിക്ക് തിര കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇറങ്ങണം കേട്ടോ. അങ്ങനെ കുറേ നേരം ഞാൻ തിരയിലൊക്കെ നിന്ന് കളിച്ചു. അപ്പം നല്ല ശക്തമായിട്ടുള്ള തിരകളായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് വരുന്ന തിരയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു തിര. എൻ്റെ ഡ്രസ്സ് മുഴുവനും നനച്ച്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉരുണ്ട് വീഴേണ്ടതായിരുന്നു. നമ്മുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് മുഴുവനും അങ്ങ് ഒഴുകിപ്പോയി. അതുപോലത്തെ തിരയായിരുന്നു. അവിടെ നിന്നവരൊക്കെ കുറേ പേര് ഉരുണ്ട് വീണായിരുന്നേ. അപ്പോൾ പിന്നെ അവിടെ കുറേ പേരുണ്ടായിരുന്നു. ഇനി മതി കയറാനൊക്കെ പറഞ്ഞു വന്ന് അവർ നമ്മളെ ഇങ്ങനെ കയറ്റി വിട്ടു.
പിന്നെ തിര എൻ്റെ ചെരുപ്പും കൊണ്ടുപോയി. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒഴുകി അങ്ങ് പോയി. പിന്നെ ചെരുപ്പില്ലാതെ ഞാൻ കുറച്ച് നടന്നിങ്ങ് പോന്നു. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മക്കളിവിടെ ഭയങ്കര കലാപരിപാടികളായിരുന്നു. ഇവർ മണ്ണ് എന്തോ കുഴി കുത്തുവോ ഭയങ്കര ബഹളം, വിളിച്ചിട്ടാണെങ്കിൽ വരുന്നില്ല. പിന്നെ ഞാൻ നമ്മൾ പണ്ടൊക്കെ കളിക്കുന്ന പോലെ ചേനയൊക്കെ വരച്ചൊക്കെ കാണിച്ചവരെ, അങ്ങനെയെങ്കിലും എണീറ്റ് വന്ന് കളിക്കുവാണെങ്കിൽ കൂടത്തിൽ പോരുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവർ ഭയങ്കര കുഴി കുത്തിച്ചായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകാനുള്ള സമയമായി. ഇനിയിപ്പോൾ അവരെയും കൂട്ടിക്കൊണ്ട് പതിയെ ഇനിയും നടന്ന് കുറേ നടക്കാനുണ്ട് ഇവിടുന്ന്, നടന്ന് ഇനിയും പോകണം. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.